ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഒന്നാമത്തെ വീഡിയോ തൊട്ട് മുമ്പ് ഇതിൻ്റെ ഇട്ടിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ എക്സാം എഴുതുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് ഒന്നാമത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ ഇടാൻ പോകുന്നത് 10th മാർച്ചിലെ ഇമ്പോർട്ടൻ്റായ പോസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ട് 2024 മാർച്ചിലെ പബ്ലിക് എക്സാമിന് വന്ന പോസ്റ്ററാണ് കേട്ടോ. October 11 അന്താരാഷ്ട്രീയ ബാലികാ ദിവസ്. इस अवसर पर हर लड़की आगे बढ़ेगा संदेश देते हुए പോസ്റ്റർ തയ്യാർ കരേ. പെൺകുട്ടികളെ കുറിച്ചിട്ട് ഉള്ള ഒരു പോസ്റ്ററാണിത്. അപ്പം പോസ്റ്റർ എഴുതുമ്പം ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പേപ്പറിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഇങ്ങനെ സമചതുരത്തിൽ ലൈൻ ഇടണം. അത് 2 ലൈനോട് കൂടിയിട്ട് ഇട്ടാൽ അത് ഒന്നും കൂടി വൃത്തിയോട് കൂടിയിട്ട് മാർക്ക് കിട്ടാൻ ഒന്നും കൂടി അവസരമാണ് കേട്ടോ. എന്നിട്ട് ഈ പോസ്റ്ററിൻ്റെ ആൻസറാണത്. ലഡ്ക ഔർ ലഡ്കി ബരാബർ ഹേ. ആൺകുട്ടികളും പെൺകുട്ടികളും തുല്യരാണ്. എന്നിട്ട് ഇതേപോലെ ഒരു കോളൊക്കെ വരച്ചിട്ട് ഹർ ലഡ്കി ആകെ ബഡേ. എന്താണ്? ഓരോ പെൺകുട്ടിയും മുന്നോട്ട് വരട്ടെ. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു ഡിസൈനിലൊക്കെ വരച്ച് കൊടുക്കുക. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. എന്താണ്? പെൺകുട്ടിയെ എന്താണ് രക്ഷിക്കൂ, പെൺകുട്ടിയെ എന്താണ് പഠിപ്പിക്കൂ. പഠാവോ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കൂ. എന്നിട്ട് ഇവിടെ കണ്ടോ, അന്താരാഷ്ട്രീയ ബാലികാ ദിവസ്. അന്താരാഷ്ട്രീയ ബാലികാ ദിവസ് അതായത് October 11. ഇത്രയും എഴുതി കഴിഞ്ഞാൽ കണ്ടില്ലേ, October 11 അന്താരാഷ്ട്രീയ ബാലികാ ദിവസ്. ഇതിനെക്കുറിച്ചിട്ടുള്ള പോസ്റ്ററാണ് ഈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതിൽ ഭൂരിഭാഗം ഈ പോസ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ഇതേപോലെ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ഇനി അടുത്തതായിട്ട് 2022 മാർച്ചിലെ പോസ്റ്ററാണ്. ബാലശ്രം കെ വിരുദ്ധ സന്ദേശ് ദേനെ വാലെ ഏക്ക് പോസ്റ്റർ തയ്യാർ കരേ. അതായത് ബാലവേലയെ വിരുദ്ധമാക്കിയിട്ടുള്ള സന്ദേശമാണ് ഈ പോസ്റ്ററിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ കള്ളി വരയ്ക്കുക. എന്നിട്ട് ബാലശ്രം കോ രോക്കോ, ബാലവേല തടയൂ. സമാജിക്ക് ഉന്നതി പാവോ, സമൂഹത്തിന് ഉന്നതി വരുത്തൂ. എന്നിട്ട് ഇതേപോലെ വരയ്ക്കുക. ന കഹേ ബാലശ്രം സെ ഹാം കഹേ പഠായി സെ. എന്താണ്? ബാലവേലയെ തടയൂ, പഠനത്തോട് നമ്മൾ പറയൂ, പഠിക്കാൻ വേണ്ടി പറയൂ എന്നാണ് കേട്ടോ. എന്നിട്ട് ബച്ചെ തിത്തലിയാം ഹേ, കുട്ടികൾ പൂമ്പാറ്റകളാണ്. ഉനേം ഉടനെ ദോ, അവരെ പറത്തു എന്നാണ്, പറക്കാൻ അനുവദിക്കൂ. അതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ബച്ചെ തിത്തലിയാം ഹേ ഉനേം ഉടനെ ദോ. എന്നിട്ട് ഇവിടെ താഴെ ഭാഗത്ത് ബാലശ്രം കാനൂനി അപരാധ് ഹേ, ബാലവേല നിയമപരമായിട്ട് അപരാധമാണ്. ഇത്രയും നിങ്ങളെ എഴുതി വെച്ചാൽ 4 മാർക്ക് നിങ്ങൾക്ക് കണ്ട് കിട്ടും കേട്ടോ. അടുത്തതായിട്ട് 2018 മാർച്ചിലെ പോസ്റ്ററാണ്. ഹമാരി ജാതി മാനവ് ജാതി സന്ദേശ് ദേത്തെ ഹുയെ ഏക്ക് പോസ്റ്റർ തയ്യാർ കരേ. എന്താണ്? നമ്മുടെ ഹമാരി ജാതി, നമ്മുടെ ജാതി തന്നെയാണ് മാനവ് ജാതി, മനുഷ്യൻ്റെ ജാതി. ഇതിനെക്കുറിച്ചിട്ട് ഒരു പോസ്റ്ററാണ്. ഇത് ഠാക്കൂർ കാ ഹുവ എന്ന പാഠത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്ററാണ് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ വരയ്ക്കുക. 4 ഭാഗം ഇങ്ങനെ ഫുള്ളായിട്ട് അതിൻ്റെ വൃത്തിയിൽ വരയ്ക്കുക. എന്നിട്ട് ജാതി അസമാനത അഭിശാപ് ഹേ. എന്താണ്? ജാതിയുടെ അസമത്വം ശാപമാണ്. ഉച്ചനീചിക്ക ഭേദഭാവ് പോലോ. എന്താണ്? ഉച്ചനീചത്തിൻ്റെ ആ ഭേദഭാവം മറക്കൂ. എന്നിട്ട് ഏക്ക് ജനത ഏക്ക് ധർത്തി, ഒരേ ജനത ഒരേ ഭൂമി. എന്നിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്തിട്ട് അതിലെഴുതുക. എന്നിട്ട് അവസാനം സഭി മനുഷ്യ സമാൻ ഹേ, എല്ലാ മനുഷ്യരും സമന്മാരാണ്. ഇത് ഇങ്ങനെ ഇത്രയും നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 4 മാർക്ക് ഇതിനും കിട്ടും. ഇനി അടുത്തതായിട്ട് 2015 മാർച്ചിൽ വന്നിട്ടുള്ള പോസ്റ്ററാണ്. ജലസംരക്ഷൺ കാ സന്ദേശ് ദേത്തെ ഹുയെ ഏക്ക് പോസ്റ്റർ തയ്യാർ കരേ. ഇതുപോലെ തന്നെ വരയ്ക്കുക. എന്നിട്ട് ജൽ ജീവൻ കാ ആധാർ ഹേ, ജലം ജീവൻ്റെ ആധാരമാണ്. എന്നിട്ട് ഇതുപോലെ അടുത്തതായിട്ട് ജൽ ഹേ തോ കൽ ഹേ. എന്താണ്? ജലം തന്നെയാണ്
നമ്മുടെ ഭാവി. അടുത്തതായിട്ട് ജൽ നഹീം തോ ജലമില്ലെങ്കിൽ ഹം നഹീം നാം ഇല്ല. നദി നാലെ നദിയും എന്താണ് നാലെ അരുവികളും തോടുകളുമെല്ലാം നദി നാലേക്ക സംരക്ഷൺ കരേ എന്താണ് നദിയും നാലെ തോടുകളുമെല്ലാം സംരക്ഷിക്കും. എന്നിട്ട് ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് ഇതിൽ കിണറിൻ്റെയോ അല്ലെങ്കിൽ നദിയുടെയോ തോടിൻ്റെയൊക്കെ ഒരു ചിത്രം വരച്ച് വെക്കുക. എന്നിട്ട് അടിയിൽ ജൽക്ക സംരക്ഷൺ ഹമാര ദായിത്വേ ജലത്തെ സംരക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത്രയും അങ്ങ് എഴുതി വെച്ചാൽ ഇതിനും കിട്ടും നമുക്ക് 4 മാർക്ക്. ഇനി അടുത്തതായിട്ട് ബീർബഹുട്ടി എന്ന പാഠത്തിലെ ഒരു പോസ്റ്ററാണ്. ആപ്കെ സ്കൂൾ മേ ബീർബഹുട്ടി കഹാനി കാ മഞ്ചീകരൺ ഹോനെ വാലാ ഹെ. താങ്കളുടെ സ്കൂളിൽ ബീർബഹുട്ടി എന്ന ഒരു കഥയുടെ മഞ്ചീകരൺ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് അവതരണമാണ് കേട്ടോ. സ്റ്റേജ് അവതരണത്തിനെ കുറിച്ചിട്ടാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഉസ്കെ ലിയേ ഏക്ക് പോസ്റ്റർ തയ്യാർ കരേ അതിനെക്കുറിച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് കേട്ടോ. ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് പ്രഭാത് കാ കഹാനി പ്രഭാതിൻ്റെ കഥയാണല്ലോ അല്ലേ. അപ്പം പ്രഭാത് കാ കഹാനി എന്ന് മുകളിൽ എഴുതുക. എന്നിട്ട് വലുതായിട്ട് ബീർബഹുട്ടി എന്ന് എഴുതുക. അതിൻ്റെ താഴെ മഞ്ചീകരൺ സ്റ്റേജ് അവതരണമാണ് അതും എഴുതുക. എന്നിട്ട് ഇതുപോലൊരു കോളം വരയ്ക്കുക. എന്നിട്ട് താരീഖ് തീയതിയാണ് ഇതാണ് 10 ജൂലൈ 2024 ശനിവാർ. ഇതുപോലെ പോസ്റ്റർ ഏത് വന്നാലും ഇതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. താരീഖൊക്കെ താരീഖ് സമയ സ്ഥാനം. അപ്പം അതിൽ പോസ്റ്ററിൽ ഇതുപോലെ ടൈമും താരീഖും സമയം സ്ഥാനമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതി വെക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് എഴുതി വെക്കുക. താരീഖും സമയവും സ്ഥാനം കേട്ടോ. താരീഖ് പറഞ്ഞാൽ തീയതിയാണ്, സമയം പറഞ്ഞാൽ സമയം തന്നെയാണ്, സ്ഥാനം പറഞ്ഞാൽ സ്ഥലം. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാകണേ 10 ജൂലൈ 2024 ശനിവാർ. സമയം സവേരെ രാവിലെ 10 ബജെ 10 മണി. സ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്ഥലമാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് MVC മഞ്ചേരി ഒരു സ്ഥലം അങ്ങ് ഞാൻ കൊടുത്തതാണ് കേട്ടോ. ഇതുപോലെ ചെയ്തിട്ട് ഇങ്ങനെ കള്ളിയായിട്ട് വരക്കുക. എന്നിട്ട് പിന്നെ അടുത്തായിട്ട് ഉദ്ഘാടനം പ്രഥമ അധ്യാപക അതായത് ഹെഡ് മാസ്റ്ററാണ്. അവതരിപ്പിക്കുന്നത് 10വീം കെ ഛാത്ര 10ാം ക്ലാസ്സിലെ കുട്ടികൾ. മെഹമാൻ എന്ന് പറഞ്ഞാൽ അതിഥിയാണ്. ആരെയാണ് വിളിക്കണത് അത് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് മമ്മൂട്ടി എന്നാണ്. എന്നിട്ട് ലാസ്റ്റിൽ സബ്കാ സ്വാഗതം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മറക്കരുത്. എല്ലാവർക്കും സ്വാഗതം എന്ന് പോസ്റ്ററിൽ ഇവിടെ കൊടുക്കാൻ മറക്കരുത്. ഇങ്ങനെ ഒരു പോസ്റ്റർ വരികയാണെങ്കിൽ കേട്ടോ. അടുത്തതായിട്ട് വസന്ത് മേരെ ഗാവുക്ക എന്ന പാഠത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഫൂൽദേയിക്ക് പ്രചാർ കേലിയെ ഏക്ക് പോസ്റ്റർ തയ്യാർ കരേ. ഫൂൽദേയി എന്ന ഉത്സവത്തിനെ കുറിച്ചിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇത് 4 ഭാഗം കോളം വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ കള്ളിയായിട്ട് വരക്കണം കേട്ടോ. എന്നിട്ട് ബച്ചോം കാ ത്യോഹാർ കുട്ടികളുടെ ഉത്സവം. എന്നിട്ട് വലുതായിട്ട് ഫൂൽ ദേയി എന്ന് എഴുതുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ വീണ്ടും ഇങ്ങനെ ചതുരം വരയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ താരീഖ് തീയതി എഴുതുക, സമയം എഴുതുക, സ്ഥാനം എഴുതുക. ഇവിടെ എഴുതിയിട്ടുള്ളത് ഇതാണ് ജൂലൈ 1-ാം തീയതി 2024 എഴുതിയിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ സേന്ന് കൊടുക്കുക. അതായത് ജൂലൈ 1-ാം തീയതി തൊട്ടിട്ട് തുടങ്ങിയിട്ട് 21 ദിവസമാണല്ലോ ഫുൾ ഡേ ഉണ്ടാവില്ലേ. അപ്പോൾ ഫുൾ ഡേയിൻ്റെ പോസ്റ്റർ വന്നാൽ ഇതുപോലെ എഴുതണം. 1 ജൂലൈ 2024 से 21 ജൂലൈ 2024 തക്ക് ഇതേപോലെ എഴുതിയിട്ട് സമയ് സവേരെ 10 ബജെ സ്ഥാൻ എവിടെയാണ് ഉത്തരാഖണ്ഡ് ഇതുപോലെ കൊടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് താഴെ ഫൂലോം സെ ഗർ സജാന പുഷ്പങ്ങളെ കൊണ്ട് വീട് അലങ്കരിക്കുക. പോയിൻസുകളാണിത്. രണ്ടാമതായിട്ട് സാമൂഹിക ഭോജ് സമൂഹ സദ്യ. മൂന്നാമതായിട്ട് ചൈത്യഗീത് ചൈത്യഗീത് പറഞ്ഞാൽ ആ പാട്ടുണ്ടല്ലോ അത്. പിന്നെ ലാസ്റ്റിൽ ഇതേപോലെ കൊടുക്കുക സബ്ക സ്വാഗത്. ഇത്രയും എഴുതിയ 4 മാർക്കായിട്ടോ. അടുത്തതായിട്ടുള്ള പോസ്റ്റർ പ്രകൃതിയെ കുറിച്ചിട്ടാണ് കേട്ടോ. പ്രകൃതി സംരക്ഷൺ കാ സന്ദേശ് ദേത്തെ ഹുയെ ഏക് പോസ്റ്റർ തയ്യാർ കരേ. പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സന്ദേശത്തിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കൂ.
ഇതേപോലെ തന്നെ 4 ഭാഗം കോളം വൃത്തിയായിട്ട് വരയ്ക്കുക. എന്നിട്ട് പ്രകൃതി ഹമാരി മാം, പ്രകൃതിയാണ് നമ്മുടെ മാതാവ്. എന്നിട്ട് ഇങ്ങനെ ഒരു ചെറുതായിട്ട് കടലാസ് പെൻസിൽ കൊണ്ട് ഒരു സമചതുരം ഇതിനെ കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ ചിത്രം വരയ്ക്കാൻ അറിയുന്നത്, ഇത് ഞാനൊരു ചിത്രം അങ്ങ് വരച്ചു എന്നുള്ളൂ, അതുപോലെ ഒരു ചിത്രം, ഒരു ചെടി ഇങ്ങനെ നട്ട ഒരു ചിത്രമൊക്കെ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് പേട് ലഗാവോ, മരം വെക്കൂ, ധർത്തി ബച്ചാവോ, ഭൂമിയെ സംരക്ഷിക്കൂ, ഇത് എഴുതുക. എന്നിട്ട് വീണ്ടും ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ട് ഇവിടെ പേട് പൗധോം സംരക്ഷൺ കരേ, മരങ്ങളെയും ചെടികളെയും സംരക്ഷിക്കൂ, വാതാവരൺ രക്ഷാകരോ, എന്താണ് അന്തരീക്ഷത്തെ രക്ഷിക്കൂ, ഇത് ഇങ്ങനെ കൊടുക്കുക. നമ്മൾ പോസ്റ്റർ എഴുതുമ്പം എത്രത്തോളം നമ്മൾ അത് ഭംഗിയാക്കണം അത്രത്തോളം പോസ്റ്ററിന് അത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ അവസാനം പ്രകൃതി ഏക്ക് അൻമോൽ ഉപഹാർ ഹേ, പ്രകൃതി ഒരു അമൂല്യമായ എന്താണ് ഉപഹാരം തന്നെയാണ്. ഇത്രയും എഴുതിയാൽ നമുക്ക് ഇത്ര എഴുതിയാൽ മതി, 4 മാർക്ക് കിട്ടാൻ ഒരു പണിയില്ല. ഇതൊക്കെ ഇത്രയും പോസ്റ്റർ നിങ്ങളാണ് പഠിച്ച് വെക്കുക. എന്നിട്ട് പിന്നെ പോസ്റ്ററുകൾ പഠിക്കാത്തതാണ് ഇതിൽ നിന്ന് വേറെയാണ് വരുന്നത് വെച്ചെങ്കിലും ഇതിൻ്റെ മോഡൽ വെച്ചിട്ട് ഇതേപോലെ വൃത്തിയിൽ കഴിയുന്ന പരമാവധി നിങ്ങൾ ചെയ്തു പോയാൽ ആ ഫുൾ മാർക്കും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്ററുകൾ ഉള്ളത്. ഇനി ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവനാമങ്ങൾ, വിശേഷണങ്ങൾ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് നോട്ട്സുകളൊക്കെ അടുത്ത വീഡിയോയിൽ അങ്ങനെ ഇടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് അപ്പോൾ തന്നെ നിങ്ങളെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഓക്കെ.